السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله كفى والصلاة والسلام على حبيبه المصطفى وعلى آله وصحبه أهل الصدق والوفاء. أما بعد. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാം ഒക്കെയും ഷഅബാൻ 15 ദിവസത്തെ ആദരിച്ച് ആ ദിവസം ബറാഅത്ത് രാവായി ആചരിക്കുന്നുണ്ട്. അത് നമ്മുടെ പൂർവികർ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും സഹാബത്തിൽ നിന്നും താബീങ്ങളിൽ നിന്നുമൊക്കെ ലഭിച്ച ഇൽമിൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഹദീസുകളിൽ തന്നെ ഷഅബാൻ 15 ശ്രേഷ്ഠതകളും അതിൻ്റെ പകൽ നോമ്പ് നോൽക്കേണ്ടതിനെക്കുറിച്ചുമൊക്കെ സൂചിപ്പിച്ച ഹദീസുകൾ തന്നെ ധാരാളമുണ്ട്. നമുക്കറിയാം, ഒരിക്കൽ ഒരു രാത്രി മഹദിയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അവിടുന്ന് നെട്ടി ഉണർന്ന സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ ഉറങ്ങുകയായിരുന്ന മഹദി ആയിഷ റളിയല്ലാഹു അൻഹ ഉണർന്നപ്പോൾ അവിടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനില്ല. അന്വേഷിച്ച് ചെന്നപ്പോൾ നബി തങ്ങളെ ജന്നത്തുൽ ബഖീഇൽ അവിടുന്ന് ഇബാദത്തിലാണ്, അവിടുന്ന് ദുആ ചെയ്യുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കണ്ട സമയത്ത് ആയിഷ ബീവി എന്താണ് ഈ രാത്രി പോന്നത് എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ആയിഷ, ഇന്നത്തെ രാത്രി അള്ളാഹുവിൻ്റെ പ്രത്യേകമായ റഹ്മത്ത് ജനങ്ങളിലേക്ക് ഇറങ്ങുന്ന രാത്രിയാണ്. ബനൂ കൽബ് ഗോത്രത്തിൻ്റെ ആടുകളുടെ രോമത്തിൻ്റെ അതിനേക്കാളും ജനതക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്ന ദിവസമാണ് എന്ന് പറയുകയുണ്ടായി. പ്രസ്തുത ദിവസം അത് ഷഅബാൻ 15 അഥവാ ബറാഅത്ത് രാവായി നാം ആചരിക്കുന്ന ദിവസമാണ്. അതുപോലെ തന്നെ വേറെയും ധാരാളം ഹദീസുകൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു രാവിനെ, അതിൻ്റെ പകലിനെ എല്ലാം മുൻകഴിഞ്ഞ സഹാബത്തും താബീങ്ങളും സലഫുസ്സാലിഹീങ്ങളും അവർക്ക് ശേഷം വന്നവരുമെല്ലാം ആദരിച്ചിരുന്നു എന്ന് ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മഹാനായ ഇമാം റംലിയോട് അവിടുത്തെ ഫതാവ റംലിയയിൽ ചോദിക്കപ്പെട്ടു, ഈ സംഭവവുമായി ബറാഅത്ത് രാവുമായി അല്ലെങ്കിൽ ഷഅബാൻ 15 ബന്ധപ്പെട്ട ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് അവിടുത്തോട് ചോദിച്ച ചോദ്യത്തിന് റംലി ഇമാം ഫതാവയിൽ നൽകിയ മറുപടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അൻ സൗമി മുൻതസഫി ഷഅബാന കമാ റവാഹു ഇബ്നു മാജ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു മാജ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസ് പ്രകാരം മുത്തുനബി തങ്ങൾ പറയുന്നു, ഇദാ കാനത്ത് ലൈലത്തുൻ നിസ്ഫി മിനശ് ഷഅബാൻ, ഷഅബാൻ മാസത്തിന്റെ രാത്രിയുടെ പകുതിയായാൽ ഖൂമു ലൈലഹ, ആ രാത്രിയിൽ നിങ്ങൾ നിസ്കരിക്കുക, വസൂമു നഹാറഹ, അതിന്റെ പകൽ നിങ്ങൾ നോമ്പനുഷ്ഠിക്കുക. ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് റംലി ഇമാമിനോട് ചോദിക്കുകയാണ്, അൽ ഹുവ മുസ്തഹബ്ബൻ ഔല, ഈ പറയുന്ന ഷഅബാൻ 15 പകലിലുള്ള നോമ്പും അതുപോലെ തന്നെ അതിൻ്റെ രാത്രിയിലുള്ള ഇബാദത്തുകളും നിസ്കാരങ്ങളും ഒക്കെ സുന്നത്താണോ അല്ലേ എന്ന് അലിൽ ഹദീസ് സഹീഹു ഔല, ഈ ഹദീസുകളൊക്കെ സഹീഹാണോ അല്ലേ, ഇൻകാന വഈഫൻ ഫമൻ വആഫഹു, അല്ല ഈ ഹദീസ് ദുർബലമാണെങ്കിൽ ആരാണ് അതിനെ വഈഫാക്കിയത് എന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് മറുപടി പറയുകയാണ്, ഫഅജാബ ബിഅന്നഹു യുസ്തഹബ്ബു സ്വൗമു നിസ്ഫി ഷഅബാൻ, ഷഅബാൻ മാസത്തിന്റെ 15 രാവിലുള്ള അല്ലെങ്കിൽ ഷഅബാൻ മാസത്തിന്റെ പകുതിയിലുള്ള നോമ്പ് അത് സുന്നത്താക്കപ്പെടുന്നു എന്നല്ല, ബൽ യുസന്നു സൗമു സാലിസ് അശറ വൽ റാബി അശറ വ ഖാമിസ് അശറ, 13 ദിവസവും അതുപോലെ തന്നെ ഷഅബാൻ 13 14 15 അങ്ങനെ തുടർച്ചയായി 3 ദിവസം തന്നെ നോമ്പ് നോൽക്കൽ സുന്നത്താണ്. വൽ ഹദീസുൽ മദ്കൂർ യഹ്തജു ബിഹി, ഈ പറയപ്പെട്ട ഹദീസ് അതിന് തെളിവാണ് എന്നും ഫതാവ റംലിയയിൽ റംലി ഇമാം പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ
പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിലൊക്കെ ധാരാളം ഇബാദത്തുകളെ കൊണ്ട് സജീവമാക്കി ഉറക്കൊഴിച്ചിരുന്നു മുൻഗാമികളായ ഉലമാക്കളും പണ്ഡിതക്കളും അതുപോലെ തന്നെ സച്ചരിതരായ വ്യക്തിത്വങ്ങളും ഒക്കെ. എത്രത്തോളം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ നാട്ടിൽ പതിവായി 3 യാസീൻ ഓതുന്ന പതിവുണ്ടല്ലോ. അതിനെക്കുറിച്ച് ഇഹ്യാ ഉലൂമുദ്ദീൻ്റെ പ്രസിദ്ധമായ ശറഹായ വ്യാഖ്യാനമായ ഇത്ഹാഫിൽ പറയുന്നത് കാണാം. വഖദ് തവാറസൽ ഖലഫു അനിസ് സലഫി, മുൻഗാമികളായ ആളുകളിൽ നിന്ന് അനന്തരമായിക്കൊണ്ട് പിൻഗാമികൾ ചെയ്തു പോരുന്നുണ്ട്. ഫി ഇഹ്യാഇ ഹാദിഹിൽ ലൈല, ഈ ശഅബാൻ 15ന്റെ രാത്രിയെ സജീവമാക്കൽ കൊണ്ട്, ഇബാദത്തുകളിൽ സജീവമാക്കൽ കൊണ്ട്. എങ്ങനെ? യഖറഉ സൂറത്തുൽ യാസീന മറ, അവർ പല തവണകളിലായിട്ട് സൂറത്ത് യാസീൻ ഓതും. മറത്തം വയദഉ ബിദുആഇൽ മശ്ഹൂരി, അതുപോലെ തന്നെ പ്രശസ്തമായ ദുആ അവർ അതിന് ആ യാസീൻ ഓതിയതിന് ശേഷം ദുആ ചെയ്യാറുണ്ട്. ബിദുആഇ ലൈലത്തിൻ നിസ്ഫി വയസ്അലുല്ലാഹു തആല അൽ ബറകത ഫിൽ ഉംരി, അവരൊരു യാസീൻ ഓതിയ ശേഷം അവർ അല്ലാഹുവിനോട് ഉംറിൽ ബറക്കത്ത് നൽകണേ, അല്ലെങ്കിൽ അവന്റെ വയസ്സിൽ ബറക്കത്ത് നൽകാൻ വേണ്ടി ദുആ ചെയ്യും. സുമ്മ ഫിസ്സാലിസതി അൽ ബറകത ഫിർ റിസ്ഖി, അവന്റെ ഭക്ഷണത്തിൽ വിശാലത നൽകാൻ വേണ്ടി, റിസ്ഖിൽ ബറക്കത്ത് നൽകാൻ വേണ്ടി രണ്ടാമത്തതിലും. അതുപോലെ തന്നെ സുമ്മ ഫിസ്സാലിസതി ഹുസ്നുൽ ഖാത്തിമ, അതുപോലെ അല്ലേ അവന്റെ അവസാനത്തെ 3ാമത്തെ യാസീൻ ഓതിയ ശേഷം അവൻ ഹുസ്നുൽ ഖാത്തിമത്തിന് അഥവാ ആഖിബത്ത് നന്നായി ഈമാനോടുകൂടി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള തൗഫീഖിന് വേണ്ടി ദുആ ചെയ്യുമെന്ന്. ഈ ദുആ മുൻഗാമികൾ ചെയ്തു പോകുന്നതാണ്. ബറാഅത്ത് രാവിന് 3 യാസീൻ ഓതുക, അതിന് 1ാമത്തെ യാസീന് ശേഷം ബറക്കത്തിന് വേണ്ടി, വയസ്സിൽ ബറക്കത്തുണ്ടാവാൻ വേണ്ടി ദുആ ചെയ്യുക. 2ാമത്തെ യാസീന് ശേഷം അവന്റെ റിസ്ക് എന്ന് പറഞ്ഞാൽ കേവലം ഭക്ഷണമെന്നല്ല, അവന്റെ എല്ലാവിധ ഐശ്വര്യങ്ങളും. അതിന് തത്തുല്യമായ ഒരു മലയാള പദം ഉണ്ടോ എന്ന് തന്നെ അറിയില്ല. അപ്പോൾ അവന്റെ റിസ്കിൽ വിശാലത കിട്ടാൻ വേണ്ടി 2ാമത്തെ യാസീനും ഓതുന്നു. 3ാമത്തെ യാസീൻ ഹുസ്നുൽ ഖാത്തിമക്ക് വേണ്ടി ഓതുന്നു. ഇത് നമ്മൾ ചെയ്യാൻ തുടങ്ങിയതല്ല, അല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് വന്നൊരു പതിവല്ല, മറിച്ച് സച്ചരിതരായ ഉലമാക്കൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ അവിടുത്തെ ഫതാവകളിലും കിതാബുകളിലുമൊക്കെ എഴുതപ്പെട്ട പാരമ്പര്യമായി നാം ചെയ്തു പോരുന്നതാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇത്തരം ആശയങ്ങളോടൊക്കെ, സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങളോടൊക്കെ ചില വിയോജിപ്പുള്ള അല്ലെങ്കിൽ സുന്നത്ത് ജമാഅത്തിന്റെ ശത്രുക്കൾ വലിയ മഹാനായി ഉയർത്തിക്കാട്ടുന്ന ഇബ്നു തൈമിയ പോലും അദ്ദേഹത്തിന്റെ ഫതാവയിൽ പറയുന്നത് കാണാം. അമ്മാ ലൈലത്തുൻ നിസ്ഫി ഫഖദ് റുവിയ ഫീ ഫളലിഹാ അഹാദീസുൻ വ ആസാറുൻ വ നഖലുൻ, അഥവാ ശഅബാൻ 15ന്റെ ശഅബാൻ പകുതിയുടെ രാത്രി, അതിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഹദീസുകളും അതുപോലെ തന്നെ ചരിത്രങ്ങളും ഉദ്ധരണികളും ഒക്കെ ധാരാളം വന്നിട്ടുണ്ട്. സലഫി, മുൻഗാമികളായ മഹാന്മാരായ പണ്ഡിതന്മാരിൽ നിന്ന്, അന്നഹും കാനു യുസല്ലൂൻ, അവർ ആ രാത്രിയിൽ പ്രത്യേകം അവർ നിസ്കരിക്കുന്നവരായിരുന്നു. ഫസലാത്തുർ റജുലി ഫീഹാ വഹദത്തുൻ തുഖദ്ദമു ഫീഹി സലഫ്, ആ രാത്രിയിൽ നിസ്കരിക്കുന്നതിനും ആ രാത്രിയിൽ പ്രത്യേകമായി ഇബാദത്ത് ചെയ്യുന്നതിനുമൊക്കെ ഈ പറയുന്ന സലഫുകളിൽ മാതൃകയുണ്ട് എന്ന് ഇബ്നു തൈമിയ തന്നെ അദ്ദേഹത്തിൻ്റെ ഫതാവയിൽ പറഞ്ഞതായി കാണാം. അതുകൊണ്ട് തന്നെ നാം എല്ലാ വർഷവും ചെയ്യുന്നത് പോലെ ബറാഅത്ത് രാവിനെ പ്രത്യേകം ഇബാദത്തുകൾ കൊണ്ട് സജീവമാക്കാനും ആ രാത്രി ഇബാദത്തുകളുടെ രാത്രിയാക്കാനും അതിൻ്റെ പകലിൽ നോമ്പനുഷ്ഠിക്കാനും ശ്രമിക്കണം. അള്ളാഹു എനിക്കും നിങ്ങൾക്കുമൊക്കെ അതിന് തൗഫീക്ക് നൽകുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.